നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിനെ വിമർശിച്ച് OJ ജനീഷ് ഈ പ്രഖ്യാപനത്തെ സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയമായ അതിദാരിദ്ര്യം എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ നിലവിൽ 5 ലക്ഷത്തിലധികം കുടുംബങ്ങൾ അതിദാരിദ്ര്യമുള്ള അന്ത്യോദയ അന്യയോജന റേഷൻ കാർഡ് ഉടമകളായിട്ടുണ്ട്. അപ്പോൾ സർക്കാരിന്റെ 60,006 അതിദാരിദ്ര്യം എന്ന കണക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ആധികാരിക രേഖയുണ്ടോ? ഞങ്ങൾ വാർഡ് തല സമിതികൾ വെച്ച് പഠനം നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന പ്രഖ്യാപനമാണ് നടന്നതെന്നും അവകാശപ്പെടുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പരിശോധിച്ചിട്ടുണ്ടോ എന്ന് കൂടെ നോക്കേണ്ടേ എന്നും അദ്ദേഹം ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിച്ചു. അവർ തന്നെ പട്ടികയുണ്ടാക്കി, അവർ തന്നെ ആളുകളെ കണ്ടെത്തി. ചുരുക്കി പറഞ്ഞാൽ മറ്റാരുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയും ഇല്ലാത്ത മത്സരത്തിൽ മത്സരിച്ച് വിജയിച്ചു എന്ന് പറയുന്നത് പോലെയായി കാര്യങ്ങൾ. അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെക്കുറിച്ച് ഇവർ പറയുന്നത് 300ഓളം കുടുംബങ്ങളെ കുടുംബശ്രീയിൽ ചേർത്തു എന്നാണ്. 5000-ഓളം ആളുകളെ പുതുതായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ചേർത്തു എന്നൊക്കെയാണ്. ഇതൊരു PR എക്സസൈസ് ആണ്. അതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ കണക്ക് വന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകുന്നില്ല എന്നും ജനീഷ് കുറ്റപ്പെടുത്തി. 60,006 പേർ മാത്രമാണ് അതിദാരിദ്ര്യരെങ്കിൽ ഇപ്പോഴും വഴിയോരത്തും റോഡരിയിലും കിടക്കുന്ന ജനങ്ങൾ ആരാണ്? ഇപ്പോഴും ടാർപോളിൻ കെട്ടി അതിനുള്ളിൽ താമസിക്കുന്ന ജനങ്ങൾ ഏതാണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സർക്കാരിന്റെ വാഗ്ദാനങ്ങളും പ്രചാരണങ്ങളും എല്ലാം വെറും പൊള്ളയാണ് എന്നാണ്. PR വർക്കിൽ കാര്യങ്ങൾ നടത്തുമ്പോൾ മികവുറ്റ ക്യാപ്ഷനൊക്കെ കിട്ടും, പക്ഷെ ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടണമെന്നില്ല. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സർക്കാരിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടുതൽ നികുതിയും കുറഞ്ഞ സേവനവും കൂടുതൽ പ്രചാരണവുമാണ്. ഇത്തരത്തിലൊരു വിമർശനമാണ് ജനീഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ സമയം കൂട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവത്തിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. സ്മൈൽ ഭവന പദ്ധതി എന്ന ഒരു പദ്ധതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയിലേക്ക് തന്നെ നയിച്ചത് എന്താണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതും കൂടി ഈ അവസരത്തിൽ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ്. അതായത് ജനീഷ് പറയുന്നുണ്ട്, അതായത് ടാർപോളിനൊക്കെ കെട്ടി അതിനുള്ളിൽ താമസിക്കുന്ന ജനങ്ങൾ അതിദാരിദ്ര്യമുക്തരായിട്ടില്ല എന്ന കാര്യം. മാത്രമല്ല, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞത് ഇപ്പോഴും ടാർപോളിൽ കെട്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്കൊരു വീട് നൽകുക എന്ന ആഗ്രഹത്തോടെയാണ് താൻ സ്മൈൽ ഭവന പദ്ധതി തുടങ്ങിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ ആൾക്കാർ കടന്നു പോകുമ്പോഴും എങ്ങനെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സ്മൈൽ ഭവന പദ്ധതി, സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി നടി തൻവീർ റാം എത്തിയപ്പോഴായിരുന്നു ഇത് വലിയൊരു ശ്രദ്ധേയമായി മാറിയത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന MLAയുടെ പദ്ധതിയാണിത്. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി. എന്തുകൊണ്ട് താൻ ഇത്തരത്തിലുള്ള പദ്ധതിയിലേക്ക് എത്തിയത് എന്നതിന് രാഹുലിന്റെ മറുപടി ഇപ്രകാരമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം. ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതും അവരുടെ ആ സ്വപ്നങ്ങളാണ്. വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായതെന്ന് MLA വ്യക്തമാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കുവച്ചിരുന്നു. അതായത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ ജനങ്ങൾ ടാർപോളിൻ കെട്ടി അതിൽ താമസിക്കുകയാണ്. ജനീഷ് അടക്കമുള്ള ചോദിക്കുന്ന ടാർപോളിൻ കെട്ടി താമസിക്കുന്ന ജനങ്ങൾ ഇത് അതിദാരിദ്ര്യമുക്ത പട്ടികയിൽ വന്നിട്ടുള്ളവരല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ പോകുമ്പോഴും അതിദാരിദ്ര്യമുക്തമെന്ന് സംസ്ഥാനത്ത് എങ്ങനെ പ്രഖ്യാപിക്കാനാകുമെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.